ഇതൊരു കൂളിംഗ് ഇഫക്റ്റ് തരുന്നൊരു കാര്യമാണ്. ഇത് സ്വീറ്റ് ആൻഡ് സാർ ആയിട്ടുള്ള ഒരു കുക്കുംബർ ആൻഡ് മാംഗോ പഞ്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വീറ്റ് ആൻഡ് സാർ കുക്കുംബർ ആൻഡ് മാംഗോ പഞ്ച്. ചേരുവകൾ: സലാഡ് വെള്ളരിക്ക ഒരെണ്ണം, വട്ടത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ, അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയത് 1/2 കപ്പ്. പുതിനയില 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരെണ്ണം, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യാനുസരണം, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. കുക്കുംബർ ആൻഡ് മാംഗോ പഞ്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സലാഡ് വെള്ളരിക്കയുണ്ട്, പച്ചമാങ്ങയുണ്ട്. ആ പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുളിയില്ലാത്ത ടൈപ്പ് മാങ്ങ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ചെറിയൊരു മാങ്ങയാണെങ്കിൽ ഫുൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു 1/2 കപ്പിനകത്ത് പുളി അനുസരിച്ചിട്ട്. ഒരുപാട് പുളിയില്ലെങ്കിൽ 1/2 കപ്പ് വരെ എടുക്കാം. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഈ സലാഡ് വെള്ളരിക്കൻ്റെ സ്കിന്ന് കളയണം എന്ന് നിർബന്ധമില്ല, അതങ്ങനെ തന്നെ വട്ടത്തിന് അരിയാം. പിന്നെ വേണ്ടത് കുറച്ച് പുതിന ലീവ്സ്, നമ്മുടെ പുതിന ഇല, പിന്നെ കുറച്ച് ഉപ്പ്, പഞ്ചസാര, പിന്നെ സബ്ജ സീഡ്സ് കുതിർത്തത്, അതായത് നമ്മുടെ കറുത്ത കഷ്കശ്, പിന്നെ ഒരു പച്ചമുളക്. ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്തിട്ട് ഒരു 2-3 കപ്പ് വെള്ളം എടുക്കാം. ഇപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളത്തിൽ ആദ്യം എടുക്കുന്നു. കാര്യം നമ്മൾ കുറേ ഐസ് ക്യൂബ്സ് ഇടുന്ന ആ രീതിയിലായിരിക്കുമല്ലോ കഴിക്കുന്നത്, അപ്പോൾ അത്രയും മതിയാകും ഏകദേശം. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ നല്ലൊരു ബ്ലെൻഡർ എടുക്കുക. അതിനകത്തേക്ക് വെള്ളരിക്കയുടെ പീസസ്, ഇത് ഒരു മീഡിയം സൈസ് എന്ന് പറയാം. ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല. ഒരു പച്ചമുളക് 2-3 പീസായിട്ട് മുറിച്ചതും, പച്ചമാങ്ങ. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് പുളി. ചെറിയൊരു പുളി, താളിമാങ്ങ എന്ന് പറയും, ആ ടൈപ്പ്. വെള്ളരി മാങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ 1 കപ്പ് വരെ ചേർക്കാം. ഇനി പുതിന ലീവ്സ്, അത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പ്. ഇനി കുറച്ച് വെള്ളം. ഇതിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡഡാണ്. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് അത് ആ ഒരു എന്താ പറയേണ്ടത്, അപ്പോൾ ആ ഒരു സ്ലഷ് പോലെ ഇരിക്കും, കുറച്ചിങ്ങനെ ഒരു തിക്കായിട്ട്. അങ്ങനെ കുടിക്കുന്നതായിരിക്കും നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ അരിച്ചും കുടിക്കാം, പക്ഷെ അങ്ങനെ കുടിക്കാതെ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഐസ് ക്യൂബ്സ്, ഇതിലേക്ക് സബ്ജ സീഡ്സ് ഇതുപോലെ കുതിർത്തത്, കറുത്ത കഷ്കശ്, ഇത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം, കുതിർത്തത്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് സ്വീറ്റ് ആൻഡ് സാർ കുക്കുംബർ ആൻഡ് മാംഗോ പഞ്ച്. റോ മാംഗോ, ഒരു പച്ച നിറത്തിൽ. ആ കാണുമ്പോൾ തന്നെ ഒരു കൂളിങ്ങാണ്. ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കുളിർമയാണ് അല്ലേ. ഈ ഒരു ചൂട് കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിങ്ങനെ നല്ല തണുപ്പിച്ചിങ്ങനെ കുടിക്കുമ്പോൾ എന്ത് രസം അറിയാം. കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റെയർ ചെയ്തിട്ട് കുടിച്ചാൽ സബ്ജ സീഡ്സ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വരും. ആഹാ, അടിപൊളി. കാണാൻ അടിപൊളി ആൻഡ് ടേസ്റ്റ് ഓൾസോ അടിപൊളി. ഇതിൻ്റെ മുകളിൽ തീമാറ്റിക്കായിട്ട് ഒരു മിൻറ്റ് ലീഫും കൂടി വെച്ച് കൊടുക്കാം. ആഹാ, എക്സലൻറ്റ്. ഇത് നമുക്ക് ഒരു ഹോട്ടലിലും പോയി കഴിക്കണ്ട, ഒരു ജ്യൂസ് കടയിലും കയറണ്ട, നമ്മുടെ വീട്ടിൽ നല്ല ഗംഭീരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത് നോമ്പ് കാലം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറയുടെ സമയത്ത് വേണമെങ്കിൽ ഒരു പാനീയമായിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ പകലുള്ള സമയത്ത് എന്താ പറയുക, നമുക്ക് അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക്, നോമ്പൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് ചേർന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ധാരാളമായിട്ട് കുടിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ മതി.